जयो कुंज बिहारी जयो राधा माधव जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जना यशोदनन्दन व्रज जनरञ्जना यशोदनन्दन व्रज जनरञ्जना यमुनतीरावनचारि यमुनतीरावनचारि जयो राधा माधव जयो कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपद जय प्रभुपद जय प्रभुपद श्रील प्रभुपद जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव. ഹരേ കൃഷ്ണ. അപ്പോ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ കുറച്ച് ഭാഗം നമുക്ക് പറയാം. അപ്പൊ ഭാഗവതത്തില് നമ്മളെ ഭക്തന്മാരെ കുറിച്ചിട്ട് 2 കാര്യം പറയുന്നുണ്ട്. ഭക്തന്മാര് എങ്ങനെ ആയിരിക്കണം, ഭക്തന്മാര് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാല് അഖണ്ഡ ഭജൻ അഖണ്ഡ ഭോജൻ. അഖണ്ഡ ഭജൻ എന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അഖണ്ഡ ഭജൻ എന്ന് വെച്ചാല് ഭഗവാന്റെ പ്രസാദം മാത്രം കഴിച്ച് ഭഗവാനെ ഭജിച്ച് അങ്ങനെ ഇരിക്കുന്ന അഖണ്ഡ ഭോജൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെ ആചാര്യന്മാര് പറയുന്നുണ്ട് ഭാഗവതം എത്രത്തോളം മധുരമാണെന്ന്. എന്നുവെച്ചാൽ ഭാഗവതത്തിലുള്ള ഓരോ കഥ കേൾക്കുമ്പോഴും ഓരോ ലീലകൾ കേൾക്കുമ്പോഴും നമുക്ക് അത്രയ്ക്കൊരു ആനന്ദം, ഒരു സന്തോഷം നമുക്ക് ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് ഭാഗവതം അത്രയ്ക്ക് മധുരമാണെന്ന് പറയുന്നത്. അതിലും ആചാര്യന്മാര് ഒരു ശ്ലോകത്തിൽ കൂടാണ് ഇത് പറയുന്നത്. നിഗമ കൽപതരോർ ഗളിതം ഫലം സുഗമുഖാദമുദ്ര അമൃത ദ്രവ്യ സംയുതം പിബത ഭാഗവതം രസമാലയം. അതിലാണ് ഇങ്ങനെ എത്രത്തോളം മധുരമാണെന്ന് ആചാര്യന്മാര് പറയുന്നത്. അപ്പൊ അതിലും അതിൽ ആ ഒരു നമുക്ക് ഒരു ലീല കേൾക്കാം. ഈ വൃന്ദാവനത്തിലെ എല്ലാ കാര്യങ്ങളിലും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് വൃന്ദാദേവി. വൃന്ദാദേവിയുടെ മറ്റൊരു പേരെന്ന് പറയുമ്പോൾ തുളസി മഹാറാണി. അപ്പൊ ഈ വൃന്ദാദേവിയാണ് ഭഗവാനും രാധാറാണിയും എവിടെ ലീല ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. വൃന്ദാവനത്തില് 12 വനങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ ഏത് വനത്തില് ഇന്ന് ഭഗവാന്റെ ലീലകൾ നടക്കും എന്ന് തീരുമാനിക്കുന്നത് വൃന്ദാദേവിയാണ്. അപ്പൊ വൃന്ദാദേവിയുടെ തോളിലിരിക്കുന്ന 2 തത്തകളുടെ പേരാണ് ഒന്ന് ശുഗതത്തയും ഒന്ന് സരിഗത്തത്തയും. അതിൽ ശുഗൻ എന്ന് പറയുമ്പോൾ അത് ആൺതത്തയും സരിക എന്ന് പറയുമ്പോൾ അത് പെൺതത്തയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും 2 സൈഡിലോട്ട്, അതായത് യമുന നദിയുടെ ഇടത്തെ സൈഡിൽ 7 വനവും വലത്തെ സൈഡിൽ 7 വനവും ഉണ്ട്. അപ്പൊ അതില് ആ 2 സൈഡ് ഓരോ സൈഡിലോട്ട് ഓരോ തത്തകൾ പോയി ഓരോ വനവും നോക്കി ഇന്ന് എവിടാണ് ഭഗവാന് രാധാറാണി ലീലകൾ നടത്തേണ്ട എന്ന് കണ്ടുപിടിച്ചിട്ട് വന്ന് വൃന്ദാദേവി എടുത്ത് പറയാം. അപ്പൊ വൃന്ദാദേവി പറയും ഏത് വനമാണ് അതിന് ഉചിതമായതെന്ന്. അപ്പോഴ് ഇങ്ങനെ ആ ദിവസവും ഇങ്ങനെ 2 തത്തകളെ പറഞ്ഞു. അപ്പോഴ് ഫസ്റ്റ് ശുഗതത്ത പോയി
വനം എല്ലാം നോക്കി അതിലൊരു വനം നല്ല നിധി വനം നല്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പൊ വൃന്ദാദേവി എന്തെന്ന് ചോദിക്കുമ്പോ ആ സുഗതത്ത പറയും, കാരണം അവിടെ മരങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവിടെ മാവും പ്ലാവും എല്ലാം ഉണ്ട്. അപ്പൊ ആ മാവില് പഴുത്ത് നല്ല പാകമായിട്ട് നിൽക്കുന്ന മാങ്ങ ഉണ്ട്. പക്ഷെ ആ മാങ്ങയുടെ ആ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ മാങ്ങയ്ക്ക് ഉള്ളില് വിത്തും ഇല്ല, പുറത്ത് തൊലിയും ഇല്ല. അങ്ങനത്തെ ഒരു മാങ്ങ. അപ്പോഴ് ആ ഒരു മാങ്ങ കാണുമ്പോ നമുക്ക് ഒരു ജ്യൂസ് ഒരു പാക്ക് ചെയ്ത് വെച്ചാണെങ്കിൽ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന മാങ്ങയാണ്. അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സിലും അകത്ത് വിത്തും ഇല്ല, പുറത്ത് തൊലിയും ഇല്ല. അങ്ങനത്തെയാണ് എല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ അടുത്ത പ്ലാവിലുള്ള ചക്കയെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്ന ചക്ക എല്ലാം കൂടെ വന്നിട്ട് ഈ മാവിന്റെ മണ്ട വീഴും. അപ്പൊ മാവിന്റെ മുകളിൽ വീഴുമ്പോഴോ ഈ ചക്കയുടെ ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അതിലുള്ള മാങ്ങയെല്ലാം വന്ന് താഴെ വീണ് അത് ഉള്ളിൽ വിത്തില്ല, പുറത്ത് തൊലി ഇല്ലാത്തോണ്ട് അത് അത് ഒരു പൊട്ടി അങ്ങ് ജ്യൂസ് പോലെ അങ്ങ് വരും. അപ്പൊ ആ ജ്യൂസ് ചക്കയുടെയും മാങ്ങയുടെയും ആ ജ്യൂസ് ഇങ്ങനെ യമുന നദി കൂടെ ഇങ്ങനെ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യും, അവിടെ മേയാൻ വന്ന പശുവും കിടാവും എല്ലാം വന്നിട്ട് വെള്ളമാണെന്ന് പറഞ്ഞ് ഇതങ്ങ് കുടിക്കുമ്പോഴാ ഈ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് മത്ത് പിടിച്ചങ്ങ് നിക്കും. അത് നിക്കുന്നത് എങ്ങനെയാണ്, ഫ്രണ്ടിലത്തെ 2 കാല് കുത്തിയിട്ട് പുറകിലത്തെ കാല് പൊക്കി വെച്ച് തല കാട്ടി ഇങ്ങനെ ഭഗവാനെ സ്മരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഏറ്റവും നല്ല വനം, ഇത് ഇവിടെ ലീല നടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് സുഗതത്ത വന്ന് വൃന്ദാദേവി എടുത്തു പറയും. പക്ഷെ സരികയാണെങ്കിൽ അത് സമ്മതിക്കത്തില്ല. സരിക എന്തോന്ന് പറയുന്നത്, സരിക ഇങ്ങനെ പറയും, ഇതൊക്കെ എന്തുവാ, നമ്മുടെ വനത്തിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. എന്നിട്ട് മധുവനത്തിന്റെ പ്രത്യേകത പറയും. മധുവനത്തിൽ 6 കാലവും ഒരുമിച്ചുണ്ടാവുന്ന സമയം. 6 കാലം, ഗ്രീഷ്മം, ശിശിരം, ഹേമന്ത, വർഷം, അങ്ങനെ 6 കാലവും ഒരുമിച്ച് വരും. അപ്പൊ ഈ 6 കാലത്തിലുള്ള പൂക്കളും പഴങ്ങളും എല്ലാം ഒരേ സമയത്തുണ്ടാവും. അത് മാത്രമല്ല, എല്ലാ രാഗങ്ങളും ഒരേ സ്ഥലത്ത് വരും. 27 നക്ഷത്രങ്ങൾ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്തിലാണ് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് മധുവനം ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഈ പൂക്കളെല്ലാം നിന്ന് ഇങ്ങനെ ആടി ഉലഞ്ഞ്, അതായത് പൂവുള്ള കദംബ മരം, തമാല മരം, അങ്ങനെയൊക്കെയുള്ള മരങ്ങള് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവിടെ ആടി ഉലഞ്ഞ് നിൽക്കും. അപ്പൊ ഇതാണ് നല്ല വനം എന്ന് പറഞ്ഞ് സരിക വന്ന് പറയും. അപ്പം വേറൊരു ഇതെന്താന്ന് വെച്ചാല് മധുവനത്തില് ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നമ്മള് സംസാരിക്കുന്നതെല്ലാം പാട്ടായിട്ടാണ്. കഥ, ഗാനം, നാട്യം, ഗമനമഭി, വംശി, പ്രിയസഖി എന്ന് വെച്ചാല് സംസാരിക്കുന്നതെല്ലാം പാട്ടായിട്ടും നമ്മള് നടന്നു വരുന്നതെല്ലാം നൃത്തം വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ഇതില് ഉദാഹരണത്തിന് പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് കുറൂരമ്മ വിളിച്ചെന്ന് വെച്ചോ. കുറൂരമ്മ വിളിക്കുകയാണെങ്കിൽ എങ്ങനെ വിളിക്കും, കുറൂരമ്മ ഇവിടെ വരൂ എന്നാണ് അവിടെ വിളിക്കുന്നത്. അതുപോലെ പാടി വിളിക്കും. അപ്പൊ എന്ത് ചെയ്യണം, കുറൂരമ്മ എങ്ങനെ വരും, ഡാൻസ് കളിച്ചോണ്ട് വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള വനമാണ് മധുവനം എന്ന് സരിക പറയും. എന്നിട്ട് പിന്നെന്തോ അവിടെ തറയെല്ലാം നല്ല ചിന്താമണി കല്ല് കൊണ്ടിട്ട് നല്ല ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെയൊക്കെ നമുക്കിവിടെ എടുക്കുവാണെങ്കിൽ സിമെന്റ് കല്ല് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ ആണെങ്കിൽ ചിന്താമണി കല്ല് കൊണ്ട് നിറച്ച തറയാണ്. പിന്നെന്ന് പറയുമ്പോ അവിടെ ലക്ഷക്കണക്കിന് സുരഭി പശുക്കളുണ്ട്. പിന്നെ ലക്ഷ്മിമാരാണ് അവിടെ ഭഗവാന് ദാസവൃത്തി ചെയ്യുന്നത്. ഭഗവാന് കുക്ക് ചെയ്യുന്നതും ഭഗവാന് സേവനം ചെയ്യുന്ന എല്ലാം ലക്ഷ്മിമാരാണ്. അതിനു വേണ്ടിയിട്ട് ബ്രഹ്മസംഹിതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, ചിന്താമണി പ്രഹരസത്മസു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭിർ അഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അപ്പൊ ഈ ശ്ലോകത്തിലാണ് ആ ഒരു വനത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. ചിന്താമണി കല്ല് കൊണ്ടിട്ടാണ് തറ വെച്ചേക്കുന്നത്. പിന്നെന്താ
അവിടെ ലക്ഷക്കണക്കിന് സുരഭി സുരഭി പശുക്കളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എപ്പോഴും പാല് തന്നോണ്ടിരിക്കുന്ന ഒരു പശുവാണ് സുരഭി പശു. അപ്പൊ അതുണ്ട്. പിന്നെ ലക്ഷ്മിമാരാണ് ദാസവൃത്തി ചെയ്യുന്നത്. അവിടത്തെ എന്ന് വെച്ചാൽ ഇപ്പൊ കുക്ക് ചെയ്യുവാണെങ്കിൽ അവർ ഇന്ന് കുക്ക് ചെയ്ത ആഹാരമല്ല നാളെ കുക്ക് ചെയ്യുന്നത്. ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മക്കാണെങ്കിലും എല്ലാ ദിവസവും ഒരേ അവിയല്, ഒരേ തോരൻ, ഒരു മാറ്റവും ഇല്ല. ഇവിടെ പപ്പ എന്നെ സത്സംഗത്തി ചെയ്യുവാണെങ്കിൽ എന്തുവാ എന്നും ഒരേ സാമ്പാർ, ഒരേ അവിയല്, എല്ലാം ഒരേപോലെ. അതുകൊണ്ടാണ് ഞങ്ങൾ മിക്ക ദിവസവും വരാത്തത്. പിന്നെ എന്താ ലക്ഷ്മിമാരാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം ആ ഭഗവാന്റെ ആ ഒരു ഇത് നോക്കണം. അപ്പൊ ആ മധുവനമാണ് ഏറ്റവും ഉചിതം എന്നിട്ട് ആര് പറയും, സരിക വന്നിട്ട് പറയും. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോ വൃന്ദാദേവി ഒരു വനം തെരഞ്ഞെടുത്ത് ഇങ്ങനെ അവിടാണ് ലീല വേണ്ടത് എന്ന് പറയും. അപ്പൊ ഈ ഓരോ ഭാഗവത കഥകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു എന്താ ഒരു മനസ്സിലൊരു നല്ല സന്തോഷം, ആനന്ദം എല്ലാം തോന്നും. അതാണ് ഭാഗവത കഥത്തിന്റെ പ്രത്യേകത. ഇതിപ്പോ പ്രഭു പറയുന്നുണ്ട്, ജയസാച്ചി പ്രഭു പറയുന്നുണ്ട്, ഇത് 7 ദിവസം കേട്ടിട്ട് നമ്മള് വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പില് നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ ഒരു ഒളിവട്ടവും പിന്നെ 20 വയസ്സ് കുറഞ്ഞിട്ടുള്ള പോലെയൊക്കെ തോന്നുന്നത് അത് ഉള്ളതാണ്. കാരണം ആ ഭഗവാന്റെ ലീല കേട്ട് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണല്ലോ മുഖത്ത് തെളിയുന്നത്. ഇപ്പൊ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ഇതിന്റെ കാരണം. അപ്പൊ ആ ആ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിനെ തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒന്നെന്ന് പറയുമ്പോ സന്തോഷം, രണ്ടെന്ന് പറയുമ്പോ ശാന്തി, മൂന്നെന്ന് പറയുമ്പോ ആനന്ദം. അപ്പൊ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നിന്ന് കിട്ടുന്നതാണ് സന്തോഷം. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് രാത്രി കഴിച്ചിട്ട് കിടന്നു, അത് കഴിഞ്ഞ് രാവിലെ ഒന്നും കഴിച്ചില്ല, മണി ഉച്ചയായപ്പോഴത്തേന് നല്ല വിശപ്പ്. അപ്പൊ നമ്മളെ മുമ്പിൽ ആരെങ്കിലും ഒരു സദ്യ വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് എങ്ങനെ ഇരിക്കും? നമ്മള് എത്ര കറിയോ, ഒത്തിരി കറികളും 5 കൂട്ടം പായസവും ബോളി പപ്പട എല്ലാം ഉണ്ട്. അപ്പോഴും നമ്മള് ആ കഴിക്കുമ്പോ ആ കിട്ടുന്ന ഒരു ഫീലിനാണ് സന്തോഷം എന്ന് പറയുന്നത്. അതിപ്പം ഒരു 2-3 മണിക്കൂർ പോയി കഴിഞ്ഞാൽ വീണ്ടും വിശക്കത്തില്ല, അപ്പഴത്തേനും ആ സന്തോഷം പോവും. അതിനാണ് ബോഡിന്ന് മാത്രം കിട്ടുന്നത്, അത് ടെമ്പററി ആണ്. അതാണ് സന്തോഷം. പിന്നെ രണ്ടാമത് എന്ന് പറയുമ്പോ ശാന്തി. ശാന്തി എന്ന് പറയുമ്പോ മനസ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല വിഷമത്തിലിരിക്കുമ്പോ വേറൊരാൾ വന്നിട്ട് ഇല്ല വിഷമിക്കണ്ട, നമുക്ക് ഭഗവാനുണ്ട് കൂടെ, ഞാനുണ്ട്, ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ആശ്വാസ വാക്കുകൾ കൊണ്ട് ഒരു ഇത് നടത്തുന്നവരെ നടത്തൂല. അപ്പോഴ ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു ഫീലിനാണ് ശാന്തി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ശാന്തിയും ടെമ്പററി ആണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വേറൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ പോകും, വീണ്ടും വിഷമം വരും. പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ട് സമാധാനിപ്പിക്കുമ്പോഴാണ് നമ്മൾ നോർമൽ ആവുന്നത്. അതുകൊണ്ട് അതും താൽക്കാലികമാണ്. അതിനെ നമുക്ക് പെർമനന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മൂന്നാമത്തെയാണ് ആനന്ദം. ആനന്ദം എന്ന് പറയുമ്പോ ആത്മാവിൽ നിന്ന് കിട്ടുന്നതാണ് ആനന്ദം. ഉദാഹരണം പറയണില്ലേ, നമ്മള് ഭഗവാന്റെ നാമം ജപിക്കുമ്പോ കിട്ടുന്ന ആ ഒരിത്, പിന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു, ഭഗവാനെ സ്മരിക്കുന്നു, ആ അതൊക്കെ ചെയ്യുമ്പോ കിട്ടുന്ന ആ ഒരു ഫീലിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഭഗവാന്റെ ലീലകള് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് ചിരി വരും. ചിലപ്പോ നമ്മൾ തനിയെ ഇരുന്ന് ചിരിക്കും. ആ ഭഗവാന്റെ ഓരോ കുസൃതികള്, ഭഗവാന്റെ ഓരോ ലീലകൾ, അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലൊരു സന്തോഷം, ചിരി എല്ലാം വരും. ഇതേ സാധനം നമ്മള് 2 മണിക്കൂറുള്ള സിനിമ നമ്മള് അല്ലെങ്കിൽ വേണ്ട, ഒരു കോമഡി സീൻ നമ്മൾ കാണുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വട്ടം കണ്ട്, 2 വട്ടം കണ്ട്, 2 വട്ടവും ചിരിക്കും. ചിലപ്പോ മൂന്നാമത്തെ വട്ടം കാണുമ്പോൾ നമുക്കത് ചിരി വരൂല. അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ ഭഗവാന്റെ കഥ കേൾക്കുമ്പോ നമുക്ക് വീണ്ടും 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 കേൾക്കുന്നതോടെ നമ്മള് വീണ്ടും വീണ്ടും ആഴത്തില് ഭഗവാന്റെ അടുത്തോട്ട് പോകുകയാണ്. ആ സന്തോഷം കിട്ടും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. അതാണ് പെർമനന്റ് ആയിട്ടുള്ള ആനന്ദം. അപ്പം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ അങ്ങനെ
നമുക്ക് ആനന്ദം കിട്ടും. അപ്പൊ അതിനും പറയുന്നുണ്ട് തവ കഥാമൃതം തപ്ത ജീവനം ഭുവി ഗൃണന്തി ഭൂരികാ ജനാ. അപ്പൊ ഇതില് പറയുന്ന വെച്ചാല് ഇത് തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ ആ കിട്ടുന്ന ഇതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് നമുക്ക് ശാശ്വതമാണ്, എപ്പോഴും നിലനിൽക്കും. ഈ ഭൂമിയിലെ എന്താണ് ദുഃഖാലയം അശാശ്വതം എന്നാണ് പറയുന്നത്. അപ്പൊ അശാശ്വതമായിട്ടുള്ള ആ ഒരു ലോകത്ത് ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക, അതാണ് ശാശ്വതമായിട്ടുള്ള കാര്യം. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഒരു ആനന്ദം അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതിലും ഇപ്പൊ നമ്മൾ ഓരോ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ നമുക്ക് ചിരി വരാറുണ്ട്. അപ്പൊ അതില് അങ്ങനെ ഒരു കഥ പറയുകയാണെങ്കിൽ നമുക്ക് പത്മാസഖിയുടെ സ്റ്റോറി പറയാം. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് ഭഗവാൻ എന്താ പത്മാസഖിയുടെ വീട്ടിൽ ഇങ്ങനെ വെണ്ണയൊക്കെ മോഷ്ടിക്കാൻ പോകുമല്ലോ. വെണ്ണ മോഷ്ടിക്കാൻ പോകുമ്പോ ഈ പത്മാസഖി ഓരോ വട്ടം പോകുമ്പോഴും യശോദാമാതാവിന്റെ അടുത്ത് ചെന്നിട്ട് എന്താ കംപ്ലൈന്റ് ചെയ്യും. യശോദ ദേവി, കൃഷ്ണൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെണ്ണ മോഷ്ടിക്കുന്നെന്ന് പറയുമ്പോ യശോദാമാതാവ് അത് വിശ്വസിക്കത്തില്ല. കാരണം എന്ത്, യശോദാമാതാവിന്റെ വീട്ടിലാണെങ്കിൽ 9 ലക്ഷം പശുക്കളുണ്ട്. ആ പശുക്കളിൽ നിന്ന് എടുക്കുന്ന എല്ലാ വെണ്ണയും ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ്, വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ. അപ്പൊ പത്മാസഖിയുടെ വീട്ടിലാണെങ്കിൽ ആകെ 10 പശുക്കളേ ഉള്ളൂ. അപ്പൊ യശോദാമാതാവിന് ഇങ്ങനെ അങ്ങനെയൊന്നും തോന്നൂല. ഭഗവാൻ ഇവിടെ ഉള്ളത് മതി, വേറെ ആരും വീട്ടിൽ പോയിട്ട് മോഷ്ടിക്കൂല എന്നാണ് യശോദാമാതാവ് പറഞ്ഞത്. അപ്പോഴി പത്മാസഖി എന്ത് ചെയ്യും, ഒരു പ്ലാൻ ഇടും. ഭഗവാനെ പിടിച്ച് കയ്യിൽ കൊടുക്കണം, തെളിവോടെ പൊക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭഗവാൻ വരുന്ന വഴിയിലെല്ലാം കൊച്ചു കൊച്ചു മണികളുണ്ടല്ലോ എടുത്തു വെക്കും. എടുത്തു വെക്കാൻ നമ്മള് മണിയുടെ ഇടയിൽ കൂടെ നടക്കുമ്പോ ഇത് സൗണ്ട് കേൾക്കില്ലേ. അപ്പൊ അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോ ഭഗവാനെ തൂക്കാം എന്നും പറഞ്ഞിട്ട് ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഭഗവാനാണെങ്കിൽ ഗോപന്മാരുടെ കൂടെ അല്ലേ വരുന്നത്. അപ്പൊ ആ ഗോപന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എപ്പോഴും ഭഗവാന്റെ നാമമായിരിക്കും ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്ത് ജോലി ചെയ്താലും ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ ഗോപന്മാര്. അപ്പൊ അവര് അവരത്രയ്ക്ക് പ്യുവർ ആയിട്ടുള്ളവരാണ് ഗോപന്മാര്. അപ്പൊ നമ്മള് ആണെങ്കിൽ ഇപ്പം തട്ടി തടഞ്ഞ എവിടെയെങ്കിലും വീണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് വിളിക്കും, അയ്യോ അമ്മേ, അതായിരിക്കും നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഗോപന്മാര് അങ്ങനെയല്ല. അവര് എപ്പോഴും കൃഷ്ണന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നടക്കും. അവര് വീണാലും എന്ത് ചെയ്താലും, നല്ലതുണ്ടായാലും ചീത്ത ഉണ്ടായാലും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഈ അയ്യോ എന്ന് വിളിക്കുന്നതിലും ഒരിതുണ്ട്. അയ്യോ എന്ന് വിളിക്കുമ്പോ അയ്യോ എന്ന് വെച്ചാല് കാലന്റെ ഭാര്യയാണ് അയ്യോ എന്ന് പറയുന്നത്. അപ്പൊ അയ്യോ എന്ന് വിളിച്ച് അയ്യോയ്ക്ക് അങ്ങനെ നമ്മളടുത്ത് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തിരിഞ്ഞു വരും എല്ലാരും കൂടെ കുടുംബത്തോടെ. അയ്യോ, പിന്നെ അയ്യോയുടെ 2 മക്കള് കലഹം കാപട്ടി, പിന്നെ അവര് 3 പേര് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാലനും വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മളെ വീട്ടില് സന്തോഷവും ഒന്നും കാണൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അയ്യോ അയ്യോ എന്ന് വിളിക്കരുത് എന്ന് പറയുന്നത്. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭഗവാന്റെ നാമം തന്നെ ജപിക്കാൻ തോന്നും. അപ്പൊ ഈ ഗോപന്മാരുമായിട്ട് എന്ത് ചെയ്യും, ഭഗവാൻ ഈ പത്മാസഖിയുടെ വീട്ടില് വെണ്ണ മോഷ്ടിക്കാനായിട്ട് വരും. വരുമ്പോഴാ നോക്കുമ്പോ ദാണ്ടെ ഇരിക്കുന്നു, മണിയെല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുന്നു പത്മ. അപ്പോഴേ ഭഗവാന് കാര്യം മനസ്സിലായി, എന്നെ തൂക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഭഗവാൻ എന്ത് ചെയ്ത്, ഭഗവാനാണെങ്കിൽ മണിയിലെടുത്ത് പറയും. ഭഗവാൻ മണിയിലെടുത്ത് പറയും, ഈ ഈ ഞാൻ വെണ്ണ മോഷ്ടിച്ചിട്ട് തിരിച്ചു വരുന്നിടം വരെ നിങ്ങൾ ആരും ശബ്ദിക്കരുത്, എല്ലാരും മിണ്ടാതിരുന്നോണോന്ന് പറയും. ഒരു മണികളും പറയും ഓക്കെ സെറ്റ്, ഞാൻ മിണ്ടത്തില്ല, നമ്മള് നിശബ്ദമായിട്ട് ഇരിക്കാം എന്നും പറഞ്ഞിട്ട് നിൽക്കും. അപ്പൊ എല്ലാരും ജനലിൽ കൂടെ ഓടിന്റെ മണ്ടയിൽ കൂടെ എല്ലാം കയറി വരും. അത് വരുന്ന ആര്, ഗോപന്മാരും ഉണ്ട്, കൂടെ കുരങ്ങന്മാരും ഉണ്ട്. ഇവരെല്ലാരും വരും. ഇവരാണെങ്കിൽ ഉറിയിലല്ലേ കെട്ടിത്തൂക്കിട്ടേക്കുന്നത്. അപ്പൊ മുകളിലായോണ്ട് ഓരോ കൊച്ചു പയ്യന്മാരല്ലേ, ഇവര് ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോരുത്തരായിട്ട് കേറി വെണ്ണ എടുക്കും. അപ്പൊ ലാസ്റ്റ് ഭഗവാൻ ചെന്നിട്ട് വെണ്ണ എടുത്ത് എല്ലാവർക്കും കൊടുക്കും. കുരങ്ങന്മാർക്കും പിന്നെ ഗോപന്മാർക്കും എല്ലാം കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും വയറ് നിറഞ്ഞെന്ന് കാണുമ്പോ ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാന് വേണ്ടിയിട്ട് ഒരു പിടിയെടുത്ത് വായിലോട്ട് വെക്കാൻ പോകുന്ന സമയമുണ്ട്, എല്ലാ മണികളും കൂടെ ഒരുമിച്ച് ഡിങ് 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 എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഭഗവാൻ എന്ത് ചെയ്യണം തന്നെടാ, ഈ ഗോപന്മാരെല്ലാം പല 4 വഴിക്കും പോയി, എല്ലാരും പോയി. ലാസ്റ്റ് ഭഗവാൻ മാത്രമായി. അപ്പൊ ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ചോദിക്കും,
നിങ്ങളടുത്ത് ദേഷ്യത്തിൽ ഇങ്ങനെ ചോദിക്കും, നിങ്ങളടുത്ത് ഞാൻ ശബ്ദം വെക്കരുതെന്നല്ലേ പറഞ്ഞ, പിന്നെ നിങ്ങൾ എന്തിനാ ശബ്ദം വെച്ചെന്ന് ചോദിക്കും. അപ്പം മണികളെല്ലാം ഒരു സ്വരത്തിൽ പറയും, അങ്ങേക്ക് നിവേദ്യം വെക്കുമ്പോ അടിക്കാനല്ലാതെ പിന്നെ ഞങ്ങളെ എന്തിനാണ് സൃഷ്ടിച്ചത്, അങ്ങനെ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജന്മം എന്തിനാന്നും പറഞ്ഞ് മണികളും ചോദിക്കും. അപ്പോഴേ ഈ സമയം കൊണ്ടിട്ട് പത്മാസഖി ഓടി വന്ന് കൃഷ്ണനെ പിടിച്ച് പിടിച്ച് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ യശോദാമാതാവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയും, യശോദ, ഞാൻ നിന്റെ അടുത്ത് എത്ര നാളായിട്ട് പറയുന്നു കൃഷ്ണനാണ് എന്റെ വീട്ടിൽ വന്ന് വെണ്ണ മോഷ്ടിക്കുന്നത്, നീ വിശ്വസിക്കണില്ലല്ലോ, എന്നാ ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്, തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഇങ്ങനെ പിടിച്ച് മുമ്പോട്ടിട്ട് കൊടുക്കുമ്പോഴാ യശോദാമാധവ് നോക്കിയിട്ട് ചിരിക്കും. നല്ല വൃത്തിയിൽ ചിരിച്ചിട്ട് ഇങ്ങനെ പറയും, അതിന് നീ കൊണ്ടുവന്ന എന്റെ മോൻ കൃഷ്ണനെ എന്ന് പറഞ്ഞു. അപ്പൊ പത്മാസഖി നോക്കുമ്പോ എന്തുവാ, പത്മാസഖിയുടെ മോനാണ് അവിടെ നിക്കുന്നത്, കൃഷ്ണനല്ല. അപ്പഴത്തേന് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ, ആകെ ചമ്മിപ്പോയി. അങ്ങനെ തിരിച്ചുപോയി. അപ്പൊ എന്നിട്ട് അവന്റെ അടുത്തും ദേഷ്യം, എന്ത് പറഞ്ഞ, നീ എപ്പോഴും ഇവിടെ വന്നേ എന്നും പറഞ്ഞിട്ട് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിച്ചോണ്ട്. അപ്പൊ എന്ത് ചെയ്ത്, യശോദാമാതാവിന്റെ ആ ഒരു പരിസരം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്നത് കൊണ്ട് കൃഷ്ണന്റെ ഇതെടുത്ത് ഭഗവാന്റെ ഒറിജിനൽ രൂപം എടുത്തിട്ട് ഇരുന്നിച്ചിരിക്കും. അപ്പഴത്തേനും പത്മാസഖി തിരിഞ്ഞു നോക്കുമ്പോഴാ ദാ കിടക്കുന്നു ഭഗവാൻ. അപ്പം പത്മാസഖി ഇങ്ങനെ പറയും, ഇത്തവണ എനിക്ക് നിന്നെ മിസ്സായി, ഇനി അടുത്ത തവണ നോക്കിയോ, നിന്നെ ഒരിക്കലും മിസ്സാവൂല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ചലഞ്ച് ചെയ്യും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാൻ പറഞ്ഞു, ഇത്തവണ ഞാൻ നിന്റെ മോനായിട്ടാണ് വന്നത്, ഇനി അടുത്ത തവണ നീ എന്നെ ഒരിക്കൽ കൂടെ അങ്ങനെ ഈ കഥ കേൾക്കുമ്പോഴും ചിലര് ചിരിച്ചു കാണും. അപ്പൊ ആ ഒരു ചിരിക്കുന്നതിനാണ് നമ്മൾ ആനന്ദം തരാം. അപ്പൊ ഈ കഥ എപ്പോഴും നമ്മൾ ഓർത്താലും നമുക്ക് ഇത് ചിലപ്പോ ഇമാജിനേഷനിൽ വരാം. നമ്മൾ ഇപ്പൊ കഥ പറയുമ്പോ തന്നെ നമുക്ക് ഓരോന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഇമാജിനേഷനെയും ആ ഇമാജിനേഷൻ കൊണ്ട് വരുന്ന ആ ഒരു സന്തോഷത്തെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോ ഭാഗവതം കേൾക്കുന്നവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ ഒരു അരയന്നത്തോടും ഒരു വേഴാമ്പലിനോടുമാണ് ഉപമിക്കുന്നത്. അപ്പൊ അരയന്നത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അത് വന്നിട്ട് പാല് മാത്രം കുടിച്ചിട്ട് വെള്ളം വെച്ചിട്ട് പോകും. അപ്പൊ വേഴാമ്പലം എന്ന് വെച്ചാല് എന്താ, ഈ കുളവും എത്ര കുളവും കിണറ് എന്ത് തന്നെ ഒരു വെള്ളം ഇരിക്കുന്ന ഉണ്ടെങ്കിലും അത് മഴയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ. അപ്പൊ ഇതുപോലെ ആയിരിക്കണം എന്ന് വെച്ചാൽ ഭഗവാന്റെ കാര്യം മാത്രം. ഈ ഭൗതിക ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ആൾക്കാരെയാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭാഗവതം കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ യമരാജൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭാഗവതം കേട്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെ യമരാജൻ തൊടത്തില്ല. എന്താ, യമരാജൻ തന്നെ കിങ്കരന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ 7 അയലത്ത് പോലും പോകരുത്, ഭഗവാന്റെ തിലകം ഇട്ടേക്കുന്നവരെ, പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്നവര്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് എങ്ങും പോവരുതെന്ന്, അറിയാതെ പോലും പോവരുത് എന്ന് യമരാജൻ പറയുന്നുണ്ട്. യമരാജൻ വരുന്നതിന് മുമ്പേ 2 ദൂതന്മാരെ അയക്കും. ആ 2 ദൂതന്മാരാണ്, ഒന്നാമത്തെ ദൂതൻ എന്ന് പറയുമ്പോ വെളുത്ത മുടി, തലയിൽ വരുന്ന വെളുത്ത മുടി. രണ്ടാമത്തെ ദൂതൻ എന്ന് പറയുമ്പോ ഈ നമുക്ക് 100ഓളം ജോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ ഓരോ ജോയിന്റ്സിലും വേദന അനുഭവപ്പെടും. അതാണ് രണ്ടാമത്തെ ദൂതൻ. അപ്പൊ ഈ 2 ദൂതൻ, അതിൽ ഒരു ദൂതൻ ഇവിടെ ഉള്ള മിക്കവർക്കും വന്നതാണ്. ഈ 2 ദൂതന്മാരും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ യമരാജൻ വരും. യമരാജൻ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ. അപ്പം യമരാജൻ വരുമ്പോ നമുക്ക് ഇപ്പം കൈക്കൂലി കൊടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ വരിക, കൊണ്ടുപോവുക, അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം കാലക്ഷേപോന കർത്തവ്യം ക്ഷീണമായോ ക്ഷണേ ക്ഷണേ യമസ്യ കരുണാ നാസ്തി കർത്തവ്യം ഹരികീർത്തനം. ഇതിലെ പറയുന്ന വെച്ചാല് യമരാജന് കരുണ ഉണ്ടാവില്ല. യമസ്യ കരുണാ നാസ്തി, യമരാജന് കരുണ ഉണ്ടാവില്ല. കർത്തവ്യം ഹരികീർത്തനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യമരാജൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭാഗവതം കേൾക്കണം, ഭഗവത്ഗീത ഇതുപോലുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കുക.
പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുക, ഇതെല്ലാം ചെയ്തിരിക്കണം. അത് ചെയ്യുവാണെങ്കിൽ യമരാജ് നമ്മൾ അടുത്ത് പോലും വരില്ല. ഭഗവാന്റെ കൂടെ സന്തോഷമായിട്ട് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോവാം. അപ്പം ഇതില് എന്താ ഭഗവാന്റെ നാമം ജപിക്കണം, അത് മാത്രം ഒരു ഗതിയുള്ളെന്ന് ഈ ശ്രീമദ് ഭാഗവതത്തില് ലാസ്റ്റ് ശ്ലോകത്തില് പറയുന്നുണ്ട്. നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിം പരം. ഇതിലെന്ന് വെച്ചാല് ഭഗവാന്റെ ആ ഒരു സങ്കീർത്തനം മാത്രമേ ഉള്ളൂ ഈ ഭൗതിക ലോകത്തിൽ ശാശ്വതമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ലോകത്തിൽ പോകാനായിട്ട് ഭഗവാന്റെ നാമം ജപിക്കണം. അതും പറയുന്നുണ്ട് ഹരികീർത്തനം. നമ്മൾ ആ ഒരു 16 വാക്കുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. നമ്മള് മറ്റു 3 യുഗത്തിലും നല്ല കഠിനമായിട്ടുള്ള ഇതാണ് പറയുന്നത് ഭഗവാന്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ മാത്രം നമുക്ക് എളുപ്പത്തില് 16 വാക്കുകൾ മാത്രമുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാൻ നമുക്ക് തന്നിട്ട് പോയി. അപ്പൊ അത്രയും ഫെസിലിറ്റി ചെയ്തിട്ടും നമ്മൾ ചെയ്യാതിരുന്നാൽ അത് നമ്മളെ കയ്യിൽ തെറ്റില്ല. അപ്പൊ നമ്മള് എല്ലാരും നാമം ജപിക്കുക, പിന്നെ എല്ലാരും എന്താ ഭാഗവതം കേൾക്കുക, എല്ലാരും ഭക്തിയിൽ ഉയർന്നു വരിക, എന്നെയും ഭക്തിയിൽ ഉയർന്നു വരാൻ എല്ലാരും അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ.